ഹലോ. അപ്പൊ നമ്മളുടെ ഉണ്ണിക്കുട്ടൻ എന്താ രാവിലെ തന്നെ കുളിച്ച് റെഡി സുന്ദര കുട്ടപ്പനായിട്ട് ദേ അച്ചാച്ചന്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ടപ്പോ മനസ്സിലായില്ലേ നമ്മൾ ഇങ്ങോട്ടോ പോവാൻ റെഡി ആയിട്ടിരിക്കാണെന്ന്. അപ്പൊ അത് വേറെ ഇങ്ങോട്ടല്ല, നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് ഗുരുവായൂർ പോവാണ് കേട്ടോ. ഇന്ന് നമ്മളുടെ ഉണ്ണിക്കണ്ണനും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചോറൂണാണ്. നമ്മുടെ തറവാട്ടമ്പലത്തിൽ അവന്റെ ചോറൂണൊക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഗുരുവായൂർ ചോറ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ ഗുരുവായൂരും ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഉണ്ണിക്ക്. പതിവ് പോലെ തന്നെ നമ്മള് നേരത്തെ ഇറങ്ങാന്ന് വെച്ചതാണ്, പക്ഷെ എന്നാലും നേരം വൈകിട്ടുണ്ടായിരുന്നു. ഉണ്ണിയാണെങ്കിൽ രാവിലെ ഞാൻ എണീറ്റപ്പോ തന്നെ എന്റെ കൂടെ എണീറ്റ് പോകുന്നതാണ് കേട്ടോ. അവനാണെങ്കിൽ ഉണ്ണിക്കണ്ണര് ചോറിനാൻ പോകുന്ന എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. നമ്മൾ ആക്ച്വലി എന്നാ പോണ്ടേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തലേദിവസമാണ് കേട്ടോ നാളെ പോയാലോ ഗുരുവായൂർ എന്ന് അങ്ങനെ വിചാരിച്ചത് കേട്ടോ. അപ്പൊ സൺഡേ ആയിരുന്നു. അപ്പൊ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വിചാരിച്ച പോലെയല്ല, അതിലും അധികം തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ വേറെ സ്ഥലത്തൊക്കെയാണ് പാർക്ക് ചെയ്തത്. ഫോൺ ക്ലോക്ക് റൂമിൽ കൊടുക്കാൻ വെച്ചിട്ടാണ് എടുത്ത് കൈ പിടിച്ചത്. പക്ഷെ അത് ഭയങ്കര ഒരു അബദ്ധമായി പോയി എന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം അത്രമാത്രം തിരക്കായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഇത്ര അധികം തിരക്കൊന്നും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ക്ലോക്ക് റൂമിൽ ഫോൺ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടൈം പോയത്. പിന്നെ അതേപോലെ തന്നെ ഉള്ളിലേക്ക് കയറുന്ന വരികയാണെങ്കിൽ എവിടെയോ ചെന്ന് കിടക്കായിരുന്നു കേട്ടോ. അവിടെ ഒന്നും അങ്ങനെ വലിയ തിരക്കൊന്നും ഞാനിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ചോറൂണ് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഉണ്ണീനായിട്ട് ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനും അച്ഛനാണ് ഉണ്ണീനായിട്ട് ഉള്ളിൽ കയറിയിട്ട് തൊഴുതത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ ചോറൂണിന്റെ ഫോട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് റൂമിന്റെ അവിടെ പിന്നെയും ഫോം മേടിക്കാനായിട്ട് ഉള്ള ആ ഒരു തിരക്ക് കണ്ടോ. ഇതാണ് അവിടുത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരവണഭവനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങാൻ കേട്ടോ. വീട്ടിലേക്ക് പോവാണ് നേരെ. അപ്പൊ ഇതാ നമ്മളുടെ ഉണ്ണിക്കുട്ടൻ എന്താ ഗോപി പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.